ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലിലും പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന 6 പാനീയങ്ങളാണ്, വേനൽക്കാല പാനീയങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് 5 എണ്ണം നേരത്തെ ഞാൻ വീഡിയോയിൽ ചെയ്തിരുന്നു. അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്തിരുന്നതായിരുന്നു. അതും ഇത് ചെന്നിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും കാണാത്തവർ. അപ്പോൾ ഇതിലാദ്യം ഞാൻ ചെയ്യണത് തൈര് മിക്സിയിലേക്ക് ഇട്ട് 2 ക്യുക്കുംബറിൻ്റെ പീസിട്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് ഇത്തിരി ഉപ്പിട്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അത് അരച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവ് ഉപ്പ് ഇതൊക്കെ പാകത്തിനാക്കിക്കണം വെള്ളം ഒഴിക്കുമ്പോഴേക്കും. അപ്പോൾ അത് ആദ്യം ഇത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭാരത്തിൻ്റെ ഒരു വേറൊരു വേർഷൻ. നല്ലതാട്ടെ ഇതൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ റെസിപ്പികളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇത് ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഇത് നിങ്ങൾ ഒരുപാട് കളറിട്ട സോഫ്റ്റ് ഡ്രിങ്ക്സും സ്ക്വാഷുകളൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതെല്ലാം ഇനി കഴിക്കാതെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ഇത് ഇഞ്ചി നീരാണ്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത നീരാണ്. കാരം കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചതച്ച് നീര് അതിനകത്തേക്ക് ഇട്ട് അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. ഇത് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചതുകൊണ്ട് പൊടിയായിട്ടിടുന്ന നിങ്ങൾ പഞ്ചസാര ഇടുക. ഇനി പഞ്ചസാര വേണ്ടാത്തവർക്ക് ഹണി ഇടാം, ശർക്കര ഇടാം, ശർക്കര പാനി ഇടാം. ഇത് വളരെ ഏറ്റവും നന്നായിട്ട് തോന്നിയത് എനിക്ക് ഇതായിരുന്നു. ഇത് ഫസ്റ്റ് കൊടുക്കണതിന് അത്രയും സൂപ്പറാണ്. നമ്മളുടെ വയറിനുള്ള പ്രശ്നങ്ങൾ മാറും, ടേസ്റ്റിയാണ്, നമ്മളുടെ ദാഹം മാറും, എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ തൈരിൻ്റെതാണെങ്കിലും നമ്മൾക്ക് ശരീരം തണുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് മിൻറ്റ് ലീഫ് വെച്ചിട്ടുള്ളതാണ്. മിൻറ്റ് ലീഫ് ഇത് മുറ്റത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്ത് എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചേക്കുക. മിക്കവാറും അരിക്കേണ്ടി വരും, തരി ഉണ്ടാകും. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് രുചി നോക്കണം. ഇതെന്ത് എല്ലാ ജ്യൂസും ഉണ്ടാക്കുമ്പോഴും രുചി നോക്കണം. നമ്മൾ ചേർത്ത സാധനത്തിൻ്റെ രുചി കിട്ടുന്നുണ്ടാന്ന് നോക്കണം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അങ്ങനെ രുചി നോക്കിയിട്ട് വേണം. മധുരവും ഉപ്പും ഒക്കെ ഇടുന്ന സാധനങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഹണി ഇടാം, ശർക്കര ഇടാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഇതിനകത്ത് കുറച്ച് ഐസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ വരുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം കേടാകാതിരിക്കും. വെറുതെ കളർ വെള്ളമൊന്നും കലക്കി കൊടുക്കണ്ട. ഇനി അടുത്ത് കാണിക്കുന്നത് നെല്ലിക്ക കൊണ്ട് ഞാൻ 2 ഡ്രിങ്ക്സാണ് കാണിക്കുന്നത്. അപ്പം നെല്ലിക്ക ആദ്യം ഒന്നിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ച് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ചേർക്കുക. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണം നെല്ലിക്കയുടെ രുചി ഉണ്ടാ. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതനുസരിച്ചൊക്കെ കൂട്ടി ഒക്കെ കൊടുക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഞാനിതൊരു 2 ഭാഗമായിട്ട് എടുത്തിട്ടാണ് 2 ഗ്ലാസ്സിൽ 2 ടൈപ്പായിട്ട് കാണിക്കുന്നത്. അപ്പം ആദ്യത്തേതിൽ അത് നെല്ലിക്ക തന്നെയാണ് കേട്ടോ കാണിച്ചത്. ചെറുനാരങ്ങയാണെന്ന് സംശയിക്കേണ്ട. ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് ഞാൻ ഇടുന്നത് മധുരം ഇട്ടിട്ടുള്ളൊരു മധുരം ഇട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം അതിൽ ഞാൻ ശർക്കര പാനിയാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് മിൻറ്റ് ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്. മിൻറ്റിൽ ഇട്ട് ഐസ് ക്യൂബ് അങ്ങനെ ഞാൻ ചെയ്തത് കണ്ടല്ല, ഇന്നലെ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, ഞാനത് കാണിച്ചിരുന്നല്ല ആ ടിപ്സിലൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് അങ്ങനെ ഇടാം, അതല്ലെങ്കിൽ വെറുതെ ഐസ് ക്യൂബ് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വെറുതെ പൈസ മുടക്കിയിട്ട് നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. ഇതെൻ്റെ ആത്മാർത്ഥത ഉള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക.
പിന്നെ അടുത്ത ഗ്ലാസ്സിലേക്ക് ആ നെല്ലിക്കയുടെ അകത്ത് ഒരിത്തിരി വേപ്പിലയും പച്ചമുളകും കൂടി അരിഞ്ഞിടുക. ഇത്തിരി ഉപ്പിട്ട് അത് വെള്ളം ഒഴിക്കുക. ഇത്തിരി മിൻറ്റ് ലീഫും കൂടി ഇടണം. അത് ഞാൻ ഐസ് ക്യൂബിൻ്റെ രൂപത്തിലാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് സംഭാരം എന്നാണ്, നെല്ലിക്ക സംഭാരം എന്നിട്ടാണ് ഇതിന് പറഞ്ഞത്. കാരണം നമ്മൾ തൈര് സംഭാരം, നാരങ്ങ സംഭാരം അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ഇത് നെല്ലിക്ക സംഭാരം എന്നിട്ടാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുലുക്കി സർബത്ത് കുറേ പേര് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനെന്ന് പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. കുലുക്കി സർബത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ഒരു സ്ലിറ്റ് ഇട്ട പച്ചമുളക് ഇട്ട് ഇത്തിരി ബ്ലാക്ക് കസ്കസ് കുതിർത്തിട്ട് അതിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇട്ടത്? വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളക് കീറിയിട്ട് കസ്കസ് ഇട്ട് ഒരു നാരങ്ങയുടെ പകുതി ഇട്ട്. നാരങ്ങയുടെ പകുതി വേണമെന്നില്ല, അത് പിഴിഞ്ഞിട്ടിട്ട് ആ തൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇട്ടാലും മതി കേട്ടോ. പിഴിഞ്ഞിടുക, തൊണ്ട് അതിനകത്തേക്ക് തന്നെ ഇടുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു പകുതി നാരങ്ങയും ഇട്ട് പകുതി നാരങ്ങ പിഴിയുകയും ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. ആ പിഴിഞ്ഞിട്ട് ആ തൊണ്ട അതിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ആ ഹാഫ് നാരങ്ങ ഇടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് പഞ്ചസാര, ഐസാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടത് കേട്ടോ. വെള്ളത്തിൻ്റെ പകുതി മുക്കാൽ ഐസാണ് ഇടുന്നത്. അതാണ് വെള്ളമായി വരണത് ശരിക്കും കുലിക്കുമ്പോഴേക്കും. അപ്പം ഭയങ്കര തണുപ്പ് കൂടുതലാണ്. തണുപ്പ് കൂടുതൽ ചെന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇത് ചെയ്യരുത് കേട്ടോ. അതല്ലെങ്കിൽ അത് ഇതുകൊണ്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറണമെങ്കിൽ മാസങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. തണുപ്പ് അസുഖം ഉണ്ടാക്കുന്ന ആളുകൾ ഇതൊന്നും ചെയ്യരുതേ. അപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് മൂടിയുള്ള കുപ്പി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ ഇത് കുലിക്കുമ്പോൾ തെറിച്ച് വീഴും. അപ്പോൾ ഇത്രയേ നന്നായിട്ട് കുലിക്കുക. കുലുക്കി സർബത്ത് റെഡിയായി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല വെള്ളത്തിലുള്ള കുലുക്കി സർബത്ത്, അല്ലെങ്കിൽ ഈ ഐസൊക്കെ ഇടുന്നത് അഴുക്ക് ഐസൊക്കെ ഇരിക്കുള്ളൂ കുലുക്കി സർബത്തിലൊക്കെ അവർ ഇട്ട് തരുന്നത്. എന്തിനാ അതൊക്കെ പോയിട്ട് കഴിക്കണത്? വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും കഴിക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ശരീരം ചീത്തയാകാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. ടേസ്റ്റിൻ്റെ പുറകെ പോയി നിങ്ങളുടെ ശരീരം നിങ്ങൾ കെമിക്കൽ കൊണ്ട് നിറക്കാതെ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്യുക. താങ്ക്